ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേസ് ഐക്കൺ. അപ്പോൾ മക്കളെ, ഈ വർഷം നമ്മൾ ചെയ്ത വീഡിയോസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തന്നിരുന്നു, +2 മാത്സ് ഫുൾ മാർക്ക് വാങ്ങാൻ ഒരു കിഡ്ലൻ സ്ട്രാറ്റജിയുമായിട്ട് വരുമെന്ന്. ആ സ്ട്രാറ്റജിയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസമുള്ളൂ. നിങ്ങൾക്കറിയാം ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണിത്. യെസ്, അപ്പോൾ നമുക്കറിയാം 10ാം തീയതി കെമിസ്ട്രി എക്സാം കഴിഞ്ഞു. അന്ന് നൈറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്, ഒന്ന് ജസ്റ്റ് ഫ്രീ ആവാം. 11ാം തീയതി മോർണിംഗ് നമ്മൾ എന്താക്കാണ്, +2 ഫുൾ മാർക്കിലേക്ക് യാത്ര തുടങ്ങാണ്. അതിൽ മോർണിംഗ് 10 മണിക്ക് +2 മാത്സ് കംപ്ലീറ്റ് ഫോർമുലാസ് ഇൻ ലൈവ് ആണ്. ഫോർമുലാസ് മാത്രമല്ല, കൺസെപ്റ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വലിയ ഡിഫിക്കൽട്ട് ആയ ലൈവ് ആണ്. അപ്പൊ നമ്മൾ ചാപ്റ്റേഴ്സിലേക്കൊക്കെ മൂവ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം വേണ്ടത് എന്താ, എല്ലാ ഫോർമുലാസും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എല്ലാ ഫോർമുലാസ്, എല്ലാ കൺസെപ്റ്റ് എല്ലാം വരുന്ന ഒരു വീഡിയോ, ഒരു ലൈവ് ആയിരിക്കും ഇത്. ഒരു പക്ഷേ ഈ ലൈവ് കുറച്ച് ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ വരെ പോകും. കാരണം ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ മുതൽ പ്രോബബിലിറ്റി വരെ എല്ലാ ഫോർമുലാസും, പ്രത്യേകിച്ച് ഇന്റഗ്രേഷനിലൊക്കെ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അപ്പൊ ഈ ഫോർമുലാസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് ആയിരിക്കും. നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്, കാരണം ഇതിന്റെ സ്ലൈഡ് അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ലൈവിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലൈവിന്റെ സ്ലൈഡ്, കാരണം ഫോർമുലേസിന്റെ ലിസ്റ്റ്, ഒരു ഫോർമുല മിസ്സായി പോവാതുള്ള സബ്ജക്ട് മൊത്തം ഫോർമുലാസ് കിട്ടാണ്. കൺസെപ്റ്റ് അടങ്ങുന്ന ഒരു സ്ലൈഡ് ആയിരിക്കും. സോ നിങ്ങൾ എന്താക്കുക, നിർബന്ധമായിട്ടും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ചാപ്റ്റേഴ്സിൽ ഫോർമുലാസ് ആയിരിക്കും, ചില ചാപ്റ്റേഴ്സിൽ ഇപ്പോ ഡിറ്റർമിനൻസ് പോലുള്ള ചാപ്റ്റർ, മെട്രിക്സ് പോലുള്ള ചാപ്റ്ററിൽ കൺസെപ്റ്റ് ആണ്, അതിൽ ഫോർമുലാസ് ഒരുപാടില്ല. അതേ സമയത്ത് ഇന്റഗ്രേഷനിലേക്ക് ഒരുപാട് ഫോർമുലാസ്, ഡിഫറൻസിയേഷനിലേക്ക് ഒരുപാട് ഫോർമുലാസ് ഉള്ളത്. സോ ഈ ലൈവിന്റെ സ്ലൈഡ് നിർബന്ധമായിട്ടും നിങ്ങൾ ഇനി വരുന്ന എല്ലാ ലൈവിലും സ്ലൈഡ് ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ എന്താക്കുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക. പിന്നീട് അന്ന് ഈവനിങ് 7:30 വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുള്ളത്, ഫോർമുല കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, NCERT കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ NCERT മൊത്തം കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ. സോ NCERTയിലെ സെലക്ടഡ് ക്വസ്റ്റൻസിലൂടെ എങ്ങനെ നമുക്ക് NCERT ഫുള്ളി കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്ന് ഈവനിങ് 7:30 നമ്മൾ സാറേ 10 ചാപ്റ്റേഴ്സ് ആണ്. 10 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ്. അത് നമുക്ക് ബാക്കി 3 ചാപ്റ്റേഴ്സ് ഏതാണ്, അതെങ്ങനെ കവർ ചെയ്യണം നമ്മൾ പറഞ്ഞു കേട്ടോ. സോ 3 ചാപ്റ്റേഴ്സ് 1, 3, 4, അതായത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഈ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് NCERTയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് ആയിരിക്കും എന്ന് 7:30 PM അന്ന് വരുന്നത് 11th കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, ഇതിന്റെ പ്ലാൻ കൊണ്ടുപോകുന്നത്. പിന്നീട് നമുക്ക് ഒരു ഡേ ഓഫ് വരുന്നുണ്ട് 12th. 12ാം തീയതി കംപ്ലീറ്റ്ലി നമുക്ക് ഓഫ് ആണ്. നിങ്ങൾക്ക് എന്താക്കാം, സ്റ്റഡി ലീവ് ആയിട്ട് കാണാം. നിങ്ങൾ എന്താക്കുക, ഈ പറഞ്ഞ ഫോർമുലാസ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫോർമുലാസ് റിവൈസ് ചെയ്തിരിക്കുന്നത് നിർബന്ധമായിട്ടും ഓരോ ലൈവിലേക്ക് വരുന്നതിന് മുമ്പ് 3, 4 ചാപ്റ്റർ, ഈ ചാപ്റ്ററിന്റെ ഫോർമുലാസ് എന്തായാലും റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ലൈവിൽ ഇരിക്കാൻ വേണ്ടി, അന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഇരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കുക. ആ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഒന്ന് ഇനിയാണ് നമ്മുടെ കാൽക്കുലേഷനിലേക്ക് കടക്കാൻ പോകുന്നത്. 13ാം തീയതി മോർണിംഗ് 10 മണിക്ക് NCERT മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റേഴ്സ് 5 and 6, അതായത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അടിപൊളി ലൈവ് ആയിരിക്കും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കണം, ഫോർമുലാസ് റിവൈസ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് NCERT കവർ ചെയ്യുന്ന രീതിയിലാണ് അന്നത്തെ ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ ലൈവുകളൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എഗെയിൻ അന്ന് ഈവനിങ് 7:30 ബാക്കി 3 ചാപ്റ്റേഴ്സ് 8, 9, 10 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, വെക്ടർ ആൾജിബ്ര, ഈ 3 ചാപ്റ്റേഴ്സിന്റെ NCERT ലൈവ് ആണ്. പിന്നീട് 14ാം തീയതി മോർണിംഗ് 10 മണിക്ക് NCERT മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, 7:13, അതായത് ഇന്റഗ്രൽസ്, പ്രോബബിലിറ്റി, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, NCERT ത്രൂ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് അല്ലെങ്കിൽ NCERT കവർ ചെയ്യാത്ത ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളത് ഈ ഒരു ലൈവിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 3 ചാപ്റ്റേഴ്സ് ആണ്. ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം വളരെ ചെറിയൊരു ചാപ്റ്റർ ആണെന്നുള്ളത്. പിന്നെ ഒന്ന് ലീനിയർ പ്രോഗ്രാമിംഗ്, 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ആ ചാപ്റ്റർ കവർ ആവുന്നതാണ്. പിന്നെ 3D ജോമെട്രി. സോ ഈ ചാപ്റ്റർ ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്ററിന്റെ NCERT നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും സ്ലൈഡുകൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് മാത്രമല്ല, നെക്സ്റ്റ് ആണ് നിങ്ങൾ പല മക്കളും ആഗ്രഹിക്കുന്ന, പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സാമിന് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്, അഥവാ ഈ NCERTന്റെ ഒക്കെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ വന്നാലോ, ഒരു ലെവൽ മേലേക്കുള്ള ചോദ്യങ്ങൾ വന്നാലോ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് PYQs ആൻഡ് ഹോട്ട്സ്. A+ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും. അതായത് 14ാം തീയതി ഈവനിങ് 7:30 ലൈവ് വരുന്നത്. ഹോട്ട്സ് കേൾക്കുമ്പോൾ ഒരു കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഹോട്ട്സ് പറഞ്ഞാൽ ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അത് A+ ലെവൽ ക്വസ്റ്റ്യൻസ്, NCERTന്റെ ഒക്കെ പുറത്ത് വരുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഉണ്ടാവും നമ്മുടെ മൊത്തം NCERTയിലെ എല്ലാ ചാപ്റ്റേഴ്സും, +2 മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. 3 ചാപ്റ്റേഴ്സ് അടക്കം ഏതൊക്കെ, ഇൻവേഴ്സ്, 3D, LPP, അതൊക്കെ PYQs ആൻഡ്
മോഡ്സിൽ ഇൻക്ലൂഡ് ആവും കേട്ടോ. സോ എവറിത്തിങ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് പഠിച്ചത് എക്സാം ഹാളിൽ എത്തുമ്പോൾ മറന്നു പോകുന്നത്. പല മക്കളും പറയുന്ന പ്രശ്നമാണ് സാറേ, പ്രശ്നമാണ് എക്സാം ഹാളിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് റിവിഷൻ. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത് വെച്ചാൽ നമ്മളൊരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചെയ്ത് ഒരു ചാപ്റ്റർ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ മെട്രിക്സ് ആണ് റിവൈസ് ചെയ്യുന്നത് വിചാരിച്ചോ. ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈസി ആയിട്ട് ബ്രെയിൻ റീകളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറഞ്ഞാൽ ജംബിൾഡ് ആയിട്ട് പല ഡിഫറെന്റ് ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കൺസെപ്റ്റ് റീകോൾ ചെയ്യാൻ. ചോദ്യം ഒരു ചാപ്റ്റർ, രണ്ടാമത്തെ ചോദ്യം വേറൊരു ചാപ്റ്റർ, പെട്ടെന്ന് നിങ്ങൾക്ക് കൺസെപ്റ്റ് ബ്രെയിനിൽ സ്വിച്ച് ചെയ്യേണ്ടി വരും. ആ സ്വിച്ച് ചെയ്യുന്നത് പ്രാക്ടീസ് ആയാലേ ഓക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ എക്സാം ഹാളിൽ നിന്നല്ലാതെ അതിന്റെ മുന്നേ തന്നെ പ്രാക്ടീസ് ആയാലേ എക്സാം ഹാളിൽ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 15ന് മോർണിംഗും ഈവനിങ്ങും വരുന്ന 10 മണിക്കും 7:30ക്കും വരുന്ന ലൈവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് റിവിഷൻ വരുന്ന ലൈവ് ആണ്. 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മോഡൽ എക്സാം ഉണ്ടല്ലോ, ആ മോഡൽ എക്സാമിന്റെ പാറ്റേണും കുറച്ചും കൂടി ഹയർ ലെവൽ ആയിട്ടുള്ള പാറ്റേൺ. കാരണം മോഡൽ എക്സാം മാത്സിന്റെ ഈസി ആയിരുന്നു എന്നുള്ള എല്ലാവർക്കും ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നു പബ്ലിക് എക്സാമിന്. അതേപോലെ തന്നെ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം മോഡൽ എക്സാമിൽ അതേപോലെ ആയിരിക്കില്ല മാത്സ് വരിക. പക്ഷേ എക്സാം ഹാർഡ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കാറ്. എവിടെ എത്ര ഡിഫിക്കൽട്ട് പേപ്പർ ഉണ്ടെങ്കിലും നമ്മള് കുട്ടികളെ പറയല് സാർ എക്സാം ഈസി ആയിരുന്നു എന്നുള്ള കമന്റുകൾ മാത്രമേ നമ്മുടെ താഴത്ത് വന്നിട്ടുള്ളൂ. +1 മാത്സിലെ കേസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ +1 മാത്സ് എക്സാം എഴുതിയ കുട്ടികളാണ്. സോ അന്ന് ലൈവിൽ ഇരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അന്ന് എന്താണ് സംഭവിച്ചത്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് റിവിഷൻ കഴിഞ്ഞാൽ സെറ്റായി മക്കളെ. നമ്മൾ അത്യാവശ്യം മാത്സ് ഏത് ലെവലിൽ എല്ലാ ലെവലിലും കവർ ചെയ്തിട്ടുണ്ടാവും. ഇനിയാണ് നമ്മുടെ എക്സാമിന്റെ തലേന്ന് 16-ാം തീയതി 2 മണിക്ക് നമ്മൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണിക്കാണ് സൂപ്പർ 50 ക്വസ്റ്റ്യൻസ്. ഇത് വളരെ വളരെ സെലക്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നമുക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സൂപ്പർ 50-ൽ. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് മാത്രമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. അപ്പൊ ഒരുപാട് കുട്ടികൾ മാരത്തോണിനെ മാത്രം മുന്നിൽ നിർത്തിയിട്ട് മാരത്തോണിന് ഫോക്കസ് ചെയ്തിട്ട് ആ മാരത്തോണിന് പഠിക്കാലോ എന്നുള്ള മീൻസ് അതിന് അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ മാരത്തോൺ മാത്രമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ എക്സാം വരുന്നത്. ഉറപ്പായിട്ടുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഈ കാണുന്ന എല്ലാ ലൈവുകളും ഫോളോ ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ, നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി കംപ്ലീറ്റ് ആവുകയുള്ളൂ, ഫുൾ മാർക്കുള്ള എല്ലാ കാര്യങ്ങളാവുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ വരെ പ്രശ്നമാണ്. ഇനി മിസ്സായെന്ന് വിചാരിച്ച് നിങ്ങൾ എന്താക്കരുത്, മാറി നിൽക്കരുത്. നിങ്ങൾ എന്താക്കണം, അത് ഒന്ന് ജസ്റ്റ് ബാക്ക്ലോഗ് എന്താക്കണം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എക്സാമിന് പോകുന്ന അന്ന് രാവിലെ തന്നെ 6 മണിക്ക് ഒരു സാമ്പിൾ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി. അപ്പൊ നിങ്ങൾ നോക്കൂ 3 സാമ്പിൾ പേപ്പർ, അതായത് മോഡൽ എക്സാമിന്റെ അതേ പാറ്റേണിൽ എക്സ്പെർട്ടുകൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയുള്ള 3 എണ്ണം സമയം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 4 എണ്ണം ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ഞങ്ങൾ 100% ഉറപ്പിച്ച് പറയുന്നു, ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ +2 മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. നിങ്ങൾ എന്താക്കാം, ഹാർഡ് വർക്ക് ചെയ്യാന്ന് മാത്രമാണ് പറയുന്നത് അല്ലേ സാറേ? സോ നമുക്ക് എന്താക്കാം, ഇനി നെക്സ്റ്റ് ലൈവ് ആയിട്ടുള്ള 11-ാം തീയതി മോർണിംഗ് ലൈവിൽ കാണാം. നിങ്ങൾ കൃത്യമായിട്ട് എന്താക്കുക പഠിക്കുക. വീഡിയോ അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് എന്താക്കുക നമ്മുടെ ലൈവിലേക്ക് വരാൻ പറയാം. അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കാൻ പറ്റും. +2 മാത്സ് നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കും അല്ലേ സാറേ? സോ നമുക്ക് ലൈവിൽ കാണാം. അതേപോലെ പുതിയ വീഡിയോസുമായിട്ട് കാണാം. ഇറ്റ്സ് മീ അസ്ലം. Basic other. Bye.